ഹലോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശാന്തിയും സമാധാനത്തിനും വേണ്ടി നമ്മൾ പല കാര്യങ്ങളും പല രീതിയിലൊക്കെ പരിശ്രമിക്കാറുണ്ടല്ലേ. ചില വീട്ടിൽ കടവും ദാരിദ്ര്യവും സമാധാനക്കേടുമൊക്കെ നിരന്തരം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കൾ തമ്മിൽ എപ്പോഴും അടിയും വഴക്കും, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നമുക്കൊരു വീട്ടിൽ കയറിയിരുന്നാൽ തന്നെ. പോസിറ്റീവ് എനർജിയുള്ള വീട്ടിൽ നമുക്ക് കയറി ഇരിക്കാൻ തോന്നും, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാനേ തോന്നത്തില്ല. നേരെ മറിച്ച് നെഗറ്റീവ് എനർജിയുള്ള വീട്ടിലാണെങ്കിലോ നമുക്കൊന്ന് ചെന്ന് കയറിയ അബദ്ധമോ എങ്ങനെയെങ്കിലും ഒന്ന് ഊരി പോരണം എന്നുള്ള ചിന്തയായിരിക്കും. നമ്മുടെ വീട്ടിലെല്ലാം പോസിറ്റീവ് എനർജി നിറഞ്ഞിരിക്കാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കടവും ദാരിദ്ര്യവും അങ്ങനെയൊക്കെയുള്ള വീടുകളിൽ നമ്മളെപ്പോഴും കടത്തിനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സ്വയം കൊണ്ടിരിക്കുന്ന കാര്യം ഫസ്റ്റായിട്ടൊന്ന് നിർത്തലാക്കുക. വാക്കുകൾക്ക് വളരെയേറിയ ശക്തമായ പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറയാറുണ്ട്. അപ്പോൾ വാക്കുകളുടെ ഈ ശക്തം ഏറിയ എനർജി നമ്മുടെ കടത്തെ കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ. ഇങ്ങനെ കടമെന്ന് പറഞ്ഞുകൊണ്ട് അത് കൂടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് അതിനെ കുറിച്ച് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും കടത്തിനെ കുറിച്ചും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓവറായിട്ട് പറയാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒന്ന് കുറയാൻ ഓട്ടോമാറ്റിക്കലി അത് കുറയുന്നത് കാണാം നമുക്ക്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫിന് ദൈവവിശ്വാസം ഏറ്റവും പ്രധാനമാണ്. കുഞ്ഞു കുട്ടികളെ പോലും നമ്മൾ ചെറുപ്പത്തിലെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യിക്കണം. മാതാപിതാക്കളാണല്ലോ കുട്ടികളുടെ റോൾ മോഡൽ. നമ്മളും പ്രാർത്ഥന കാണിച്ചു കൊടുക്കണം മക്കൾക്ക് വേണ്ടി. പിന്നെ അടുക്കും ചിട്ടയും ഉള്ളൊരു വീടിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ക്ലീനിങ് ആണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ വീട് എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ തിരക്കുള്ള ലൈഫ് സ്റ്റൈലിൽ പലപ്പോഴും പല വീടുകളിലും ചെന്ന് കയറി കഴിഞ്ഞാൽ ഈ ക്ലീനിങ്ങിൻ്റെ ഒരു കുറവ് നമുക്ക് കാണാൻ സാധിക്കും. ക്ലീനിങ്ങിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാവും. മറക്കരുത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡീപ്പ് ക്ലീൻ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള എനർജി കടന്നു വരികയുള്ളൂ. പോസിറ്റീവ് എനർജി ഈശ്വര ചിന്തയിലൂടെയും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം പോസിറ്റീവാവും. ക്ലീനിങ്ങിലൂടെ നമ്മുടെ വീട്ടിലും പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം നിറയും. ഇങ്ങനെ മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നല്ല നല്ല ചിന്തകളുടെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. നല്ല നല്ല ചിന്തകളുടെ ആവിഷ്കാരവും നടക്കത്തുള്ളൂ. എങ്കിൽ മാത്രമാണ് നല്ല രീതിയിലുള്ളൊരു ലൈഫും നമുക്കും സ്വായത്തമാകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ക്ലീനിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീടുകളിൽ മെയിനായിട്ട് നമ്മൾ കിടപ്പ് മുറിയിലൊക്കെ ബെഡ്ഷീറ്റുകളൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറണം എന്നാണ് പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ മസ്റ്റായിട്ടും തലോണ കവറും ബെഡ്ഷീറ്റൊക്കെ മാറ്റി, കഴുകാനുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റി ഒന്നിച്ചൊന്നിട്ട് വാഷാക്കി മാറ്റി വയ്ക്കണം. പിന്നെ ആ ജനലുകളിലുള്ള പൊടികളെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തട്ടി മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിരുന്നു. തിരക്കുള്ള ലൈഫിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ തിരക്കുള്ള ലൈഫിൽ ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള എനർജി വീട്ടിൽ തങ്ങി നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. അടുക്കള ഏറ്റവും നീറ്റായിട്ട് വച്ചിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ്. അവിടുത്തെ പാത്രങ്ങളെല്ലാം കുന്നുകൂട്ടി ഇടരുത്. രാത്രിയിൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒക്കെ പാത്രങ്ങളെല്ലാം ക്ലീനാക്കി വെച്ച് കൗണ്ടർ ടോപ്പും നിലവും എല്ലാം പറ്റുമെങ്കിൽ ഒരു കുറച്ച് കുറച്ച് കല്ലുപ്പിട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ പ്രശ്നങ്ങളുള്ള വീടുകളിൽ മെയിനായിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തെക്കുറിച്ചും കൂടെ ഞാൻ ഇതിനകത്ത് പറയുകയാണ്. ഏറ്റവും ശക്തിയേറിയ ഒരു പ്രാർത്ഥന സമയമാണ് വെളുപ്പിന് 3 മണി എന്നുള്ളത്. 3 to 3:30 വരെ. ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് വേറൊരു ടൈമാണ്. 3 to 3:30 വരെയുള്ള ടൈമിൽ പിന്നെ നമ്മൾ നല്ല രീതിയിൽ എഴുന്നേറ്റിരുന്ന് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമുക്ക് എന്തൊക്കെ സാധിക്കാനുണ്ടോ അതൊക്കെ നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലുള്ള ദൈവത്തിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. മുസ്ലിംസിനായിക്കോട്ടെ ക്രിസ്ത്യൻസിനായിക്കോട്ടെ അവർക്ക് ഈ വെളുപ്പിനുള്ള 3 മണി പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായി നമ്മുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത് കാണാം. ഈ പ്രാർത്ഥനയോടൊപ്പം തന്നെ വീട്ടിലുള്ള
ക്ലീനിങ് പരിപാടികളെല്ലാം മൊത്തം ചെയ്ത് തീർത്ത് വീടൊക്കെ പോസിറ്റീവ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഈ 3 മണി പ്രാർത്ഥനയിലോട്ട് നിങ്ങൾ കടക്കേണ്ടത്. അപ്പോൾ അടുക്കും ചിട്ടയും വൃത്തിയുമുള്ള ഒരു ഗൃഹാന്തരീക്ഷവും ഈ വെളുപ്പിനുള്ള 3 to 3:30 വരെയുള്ള ആ സമയത്തുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ലൈഫിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജീനെ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ബൈ.